കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം ഫ്ലാറ്റോട് ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ ദൈവജനത്തെയും ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് 37-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ കുറേ ഭാഗങ്ങൾ നമുക്ക് ചിന്തിച്ച് തന്നെ 14-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അതിനോടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തകർന്നുപോയ ഒരു സമൂഹത്തെ പണിയുവാന്ന ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം പ്രവാചകനെ അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടുപോയിട്ട് അതിനെന്ത് സംഭവിക്കും ചോദിക്കുമ്പോൾ പ്രവാചകൻ അങ്ങക്കെല്ലാം അറിയാമെന്ന് പറയുകയും ദൈവം പ്രവാചകനെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രവാചകൻ അതും പ്രകാരം ചെയ്യുമ്പോൾ അസ്ഥികൾ യോജിക്കേണ്ടതുപോലെ യോജിച്ച് മാംസങ്ങളും ഞരമ്പുകളും ഒക്കെ പിടിച്ച് ത്വക്കൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, 4 കാറ്റുകളോട് പ്രവചിക്കാം. കാറ്റ് അതിന്മേൽ അവിടെ അടിക്കുമ്പോൾ ശ്വാസം അവരിലേക്ക് ഊതുന്നു, അവരെല്ലാം എഴുന്നേറ്റ് നിന്നൊരു വലിയ സൈന്യമായി തീരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദമനെ ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ മൂക്കിൽ ജീവശ്വാസം ഊതി അവർ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവിടെ അസ്ഥികളാണ്. ആ അസ്ഥികളെ നോക്കി ദൈവത്തിൻ്റെ വചനം കേൾക്ക എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വചനം അവിടെ പ്രസ്താവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നതും അസ്ഥികൾ തമ്മിൽ യോജിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ദൈവജനത്തിന് യോജിപ്പിക്കുവാൻ, തള്ളിക്കളഞ്ഞതിനെ എല്ലാം നേരെയാക്കുവാൻ ദൈവജനത്തിന് കഴിയും എന്നൊരു യാഥാർത്ഥ്യം ഈ ഭാഗത്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. തുടർന്ന് ദൈവം വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി, അവരായിരുന്നത് ശവക്കുഴിക്കകത്തായിരുന്നു, ഞാൻ അവരെ അവിടെ നിന്ന് പൊളിച്ച് അവരെ വെളിയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി ചിന്തിച്ചതാണ് ആ ഭാഗം. AD 70 സകലവും നഷ്ടപ്പെട്ട് വിവിധ രാജ്യങ്ങളുടെ ശവക്കുഴിക്കകത്ത് തലമുറകളായി കഴിഞ്ഞു വന്ന ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ ശവക്കല്ലറുകളെ പൊട്ടിച്ചു അവിടെ അസ്ഥികഷങ്ങളെ വെളിയിൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ കാറ്റ് അതിന്മേലടിച്ചു, അതൊരു മഹാസൈന്യമായി തീർന്നു. AD 70 മുതൽ 1948 വരെ ലോകത്തിൽ അറിയപ്പെടാത്ത, എവിടെയാണ് എന്താണെന്ന് അറിയപ്പെടാതെ കിടന്ന ഇസ്രായേൽ സമൂഹം. നമ്മളിവിടെ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ ഭൂകമ്പം പോലെ വലിയൊരു കാറ്റുണ്ടാകുമ്പോഴാണ് അസ്ഥികൾ തമ്മിൽ യോജിക്കുന്നത്. തുടർന്നാണ് മാംസങ്ങൾ പിടിപ്പിക്കപ്പെടുന്നു, നരമ്പുകൾ വരുന്നു, ത്വക്കുകൾ ഉണ്ടാക്കുന്നു. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ 1948 ഒരു രാഷ്ട്രമായി രൂപീകരിക്കുന്ന മുൻപ് ആ ഒരു കാലഘട്ടം ശവക്കുഴിക്കകത്തുള്ളൊരു ജീവിതമായിരുന്നു. അവരെ ദൈവം അവിടുന്ന് വെളിയിൽ കൊണ്ടുവന്നു. ആ സമയത്താണ് 2-ാം ലോകമഹായുദ്ധം നടക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ഭൂകമ്പമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടി
പുനർനിർമ്മാണത്തിന് വേണ്ടി ദൈവത്താൽ ഉണ്ടായ ഒന്നാണ് രണ്ടാം ലോകമഹായുദ്ധം. ആ വലിയ ഭൂകമ്പത്തിലൂടെയാണ് ഇസ്രായേൽ ചിന്നിച്ചെതിർക്കുന്ന ഇസ്രായേൽ യോജിക്കുവാൻ തുടങ്ങി. അവരിൽ ചിലരെ ദൈവം അതിന് മുൻപിൽ കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ജയിക്കുവാൻ, രാജ്യങ്ങളെ സഹായിപ്പാൻ ദൈവം ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാരെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെയാണ് രാഷ്ട്രം അവർക്ക് വേണ്ടി കിട്ടുന്നത്. നാം ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം വാസ്തു ഒരു ഇളക്കി മറിച്ച് ഇസ്രായേലിനെ ഇളക്കി അവരെ ഒന്ന് റെഡിയാക്കി അവരുടെ സ്വന്തം രാജ്യത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ആ ലോകമഹായുദ്ധത്തിലൂടെ സംഭവിച്ചത്. ചില രാജ്യങ്ങൾ ജയിച്ചു, ചിലർ തോറ്റു എന്ന് പറഞ്ഞാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അവിടെ നഷ്ടപ്പെട്ട രാഷ്ട്രം തിരികെ കിട്ടി. അവർ അതിനകത്ത് പ്രവേശിച്ചു. അതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടില്ല. ഇന്നും ഇസ്രായേലിലെ എവിടെല്ലാം ചിതറിപ്പെട്ട് പോയിട്ടുണ്ടോ അവരെല്ലാം തിരികെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കിനി അതുകൊണ്ട് 15 മുതൽ 17 വാക്യങ്ങൾ നമുക്കത് വായിക്കാം. 37 അധ്യായത്തിൻ്റെ 15 മുതൽ 17 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോൽ എടുത്ത് അതിന്മേൽ യഹൂദായ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്നെഴുതി വെക്ക. പിന്നെ മറ്റൊരു കോൽ എടുത്ത് അതിന്മേൽ എഫ്രൈമിന്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്നെഴുതി വെക്ക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക. അവ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും. ഓക്കെ, ഇവിടെ വരുമ്പോൾ അവരെ ദൈവം ഒരു രാഷ്ട്രമാക്കി തീർക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഒരു രാജാവിൻ്റെ കീഴിൽ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുടെ വാക്തത്വങ്ങളിലേക്ക് വരികയാണ്. കർത്താവ് തന്റെ ജനത്തെ തിരികെ കൊണ്ടുവരുമ്പോൾ, പ്രവാസത്തിൽ നിന്നും ചിതറപ്പെട്ട അനുഭവത്തിലും തിരികെ കൊണ്ടുവരുമ്പോൾ ഒരു രാജ്യമായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ദൃഷ്ടാന്തമായി യെഹെസ്കേലിന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. നീ 2 കോൽ എടുക്കണം. അതിലൊരു കോൽ നീ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോക്കണം, ഇതെല്ലാം പ്രവാസത്തിൽ കഴിയുന്ന യെഹെസ്കേൽ, പ്രവാസത്തിൽ കഴിയുന്ന ജനത്തിന് മുമ്പാകെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിലൊരു കോൽ എടുത്തിട്ട് യഹൂദ എന്നും മറ്റേ കോലിൽ എഫ്രീം എന്നും നീ എഴുതണം. എഫ്രീം എന്ന് പറയുന്നത് 10 ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കേ രാജ്യമാകുന്ന ഇസ്രായേലിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഞാൻ തെളിയിച്ചു തരാം. മറ്റേ തെക്കേ രാജ്യമാകുന്ന 2 ഗോത്രങ്ങൾ അടങ്ങുന്ന തെക്കേ രാജ്യമാകുന്ന യഹൂദയാണ് അടുത്ത കോൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 2 കോലും വടക്കേ രാജ്യത്തെയും തെക്കേ രാജ്യത്തെയും സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ശലോമോന്റെ മകനാകുന്ന രെഹോബിയാമിന്റെ കാലഘട്ടം എത്തിയപ്പോൾ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു, വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും. പരസ്പരം വളരെ ശത്രുക്കളെ പോലെയാണ് ചിലപ്പോൾ കഴിയുന്നത്. അവിടെയുള്ളവർ ഇവിടുത്തെ ആലയത്തിൽ, യെരൂശലേം ദേവാലയത്തിൽ പോലും വരികയില്ല. അതിനുവേണ്ടി അവിടെ രാജ്യത്ത് തന്നെ അതിനുള്ള ക്രമീകരണം അവർ ചെയ്തിട്ട് അവരെല്ലാം അങ്ങോട്ടാണ് ഓരോ സമയങ്ങളിൽ പോകുന്നത്. ആ നിലയിൽ കിടക്കുന്ന ഒരു രാഷ്ട്രം, 2 രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ
ഒന്നായിത്തീരും എന്നാണ് ഈ ഭാഗത്തുനിന്നും ഓർപ്പിച്ചുണർത്തുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു വന്ന കൂട്ടത്തിൽ എഫ്രീമിൻ്റെ കോലായ ജോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹം എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവിടെ ജോസഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ നിരവധി പ്രാവശ്യം വടക്കേ രാജ്യത്തെ അഥവാ ഇസ്രായേലിനെ എഫ്രീം എന്ന് വിളിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിന്റെ പല ഭാഗത്തും. വടക്കൻ രാജ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഗോത്രങ്ങളായിരുന്നു എഫ്രീമും മനശ്ശെയും. ഇത് രണ്ടും ജോസഫിന് രണ്ട് മക്കളാണ്. ഇതിൽ ഇളയ മകനാകുന്ന എഫ്രീം, അവൻ്റെ ആ ഗോത്രത്തിൽപ്പെട്ടവൻ വടക്കേ രാഷ്ട്രത്തിൻ്റെ ആധിപത്യത്തിലേക്ക് വന്നു, അതിന് രാജാവായി തീർന്നു. അതുകൊണ്ട് 10 ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കേ രാജ്യത്തിലെ ആദ്യത്തെ രാജാവ് ജെരോബെയാമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ജെരോബെയാം എഫ്രീം ഗോത്രക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ജോസഫിൻ്റെ പേരവിടെ പറയാനുള്ള കാരണം. രണ്ട് പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ് മനശ്ശെയും എഫ്രീമും. അതിൽ എഫ്രീം രാജ അധികാരത്തിൽ വന്നു. രാജ്യത്തെ ഭരിക്കുന്നത് എഫ്രീം ഗോത്രക്കാരനാണ്. അതുകൊണ്ട് ഇവിടെ ജോസഫ് പ്രതിനിധീകരിക്കുന്ന 10 ഗോത്രത്തെയാണ്. അപ്പോൾ എഫ്രീം ഗോത്രക്കാരനാകുന്ന ജെരോബെയാമിന്റെ ഭരണത്തിന് കീഴിൽ വടക്കേ രാജ്യം പൂർണ്ണമായി വന്നു. അതുകൊണ്ടാണ് ആ ഭാഗം എടുത്തു പറയുന്നത്. ഇവിടെ പറയുന്ന ഈ 2 കോലും കൂടി നീ ഒരുമിച്ച് ഒരു കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഈ 2 രാജ്യങ്ങളും ഒന്നായി ചേർന്ന് 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രമായി തീരുമെന്നോ ദൈവം ഇവിടെ വിളിച്ചു പറയുകയാണ്. അതിന് ദൈവം പ്രതീകമായി എടുത്ത 2 കോലുകളാണ്. ആ കോലുകളെ രണ്ടും പേരൊക്കെ എഴുതി അവസാനം പറഞ്ഞ് ആ രണ്ടും ചേർത്ത് പിടിക്കണം. ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കണം, അത് നിന്റെ കയ്യിൽ ഒന്നായി തീരും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പുനഃസ്ഥാപനത്തിൽ വിഘടിച്ചു നിൽക്കുന്ന ഈ 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു വേർതിരിവും കാണത്തില്ല. ഇതൊന്നായി തീരുമെന്നാണ് വ്യക്തമായി പറയുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ, ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇന്ന് ആ വേർതിരിവില്ല. അതൊറ്റ രാഷ്ട്രമായി നിലനിൽക്കുന്നു. അവിടെ വേർതിരിവില്ല. ആ പറഞ്ഞ പ്രവചനം അങ്ങനെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നായി തീർന്നു. ഇനി നമുക്ക് 18 മുതൽ 23 വാക്യങ്ങൾ വായിക്കാം. ഇതിന്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രൈമിന്റെ കയ്യിലുള്ള യോസേഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദായുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിത്തീരും. നീ എഴുതിയ കോലുകൾ അവർ കാണെ നിന്റെ കയ്യിൽ ഇരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും.
ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി രണ്ട് ജാതിക്കാരായിരിക്കയില്ല. ഓക്കെ, രണ്ട് രാജ്യമാ വായിച്ചു, അതൊരു വായിച്ചു. 23. രണ്ട് രാജ്യമായി പിരിയുകയുമില്ല. അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത അവരുടെ സകല വാസസ്ഥലങ്ങളിലും നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൻ്റെ കുറെ കൂടെ വിശദീകരണത്തിലേക്കാണ് പോകുന്നത്. പ്രവാസികൾ എഗസ്കേലിനോട് ഈ വടി കണ്ടിട്ട് അർത്ഥം ചോദിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് യഹോവയായ ദൈവം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവ് എന്ത് ചെയ്യുമെന്ന് അവരോട് പറയണം. കർത്താവ് രണ്ട് വടികളും തൻ്റെ കയ്യിലെടുക്കുന്നു. ദൈവം അതിനെ ഒരു വടിയാക്കി മാറ്റുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഭാഗം പ്രവചിക്കുമ്പോൾ വടക്കേ രാജ്യം ഏകദേശം ഇവർ പ്രവാസത്തിൽ പോകുന്നതിന് 150 വർഷങ്ങൾക്ക് മുൻപേ വടക്കേ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നവരെ അസീറിയയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. അവിടെ മറ്റ് രാജ്യങ്ങളിലുള്ളവരെ പലരെ ഇവിടെ കൊണ്ടുവന്നാക്കി. അങ്ങനെ മിക്സഡ് കമ്മ്യൂണിറ്റിയായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ തകർന്നു കിടക്കുന്ന ഒരനുഭവത്തിലേക്ക് നോർത്തേൺ കിങ്ഡം മാറി. അവിടുത്തെ ജനങ്ങൾ എവിടെ പ്രവാസത്തിൽ പോയി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ആർക്കുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ദൈവം ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള വടക്കേ രാജ്യവും ഇപ്പോൾ പ്രവാസത്തിൽ കിടക്കുന്ന തെക്കേ രാജ്യവും രണ്ടും കൂടെ ചേർത്ത് ദൈവം എന്ത് ചെയ്യുമെന്ന് ഇവിടെ വ്യക്തമായി പറയുകയാണ്. അവയെ ഒരു വടിയാക്കും. എഴുതു അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ, മനുഷ്യൻ്റെ ആരുടെയും കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിൽ അതൊന്നായിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ദൈവം ഒടുവിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുമ്പോൾ അവൻ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നോർത്തേൺ രാജ്യക്കാർ കേട്ടാലും സതേൺ രാജ്യക്കാർ കേട്ടാലും അവർക്കത് ഉൾക്കൊള്ളുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. ആ നിലയിൽ വേർതിരിയപ്പെട്ട രാജ്യങ്ങൾ ഇനി എങ്ങനെ യോജിക്കും? രെഹോബെയാമിന്റെ കാലത്ത് വിഭജിക്കപ്പെട്ടത് അതെങ്ങനെ ഒന്നായി തീരും എന്നിങ്ങനെയുള്ളതായ ചിന്തകളൊക്കെ ഉണ്ടാകും. ഒരു വടി എന്നത് യഹോവയായ ദൈവം സ്ഥാപിക്കുന്ന പുതിയതും ഏകീകൃതമാകുന്ന രാജ്യമാണെന്ന് അർത്ഥമാക്കുന്നത്. അതൊറ്റ രാജ്യമായി തീരും. അത് 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 22-ാമത്തെ വാക്യം. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി രണ്ട് ജാതിയായിരിക്കയില്ല, രണ്ട് രാജ്യമായി പിരിയുകയുമില്ല. അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. ഓക്കെ, അവർ എല്ലാ ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള പുനഃസ്ഥാപനം ഈ വാക്തത്വത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിട്ടേ ഉള്ളൂ.
ബാബിലോൺ പ്രവാസകാലത്തിന് ശേഷം മടങ്ങി വന്ന ആ മടങ്ങി വരവും ആ ആലയ പുനഃസ്ഥാപനവും ഒക്കെ ഒരു വെറും നിഴൽ മാത്രമായിട്ടേ ഉള്ളൂ. നമ്മൾ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ബാബിലോൺ കാലത്തുണ്ടായ ആ പ്രവാസത്തിൽ മടങ്ങി വന്നത് ഈ പറയപ്പെട്ട പ്രവചനത്തിൻ്റെ വെറും ഒരു നിഴൽ മാത്രമായിട്ടേ ഉള്ളൂ. കാരണം പ്രവാസത്തെക്കാൾ വളരെ വിശാലമായ ഒരു ചിതറിപ്പോക്കൽ ഇനി ലോകത്ത് സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ, ആ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എടുത്തു പറയുന്ന എല്ലാ ദേശങ്ങളിൽ നിന്നുമാണ് എടുത്തു പറയുന്നത്. അന്ന് ബാബിലോൺകാർ വന്ന് പിടിക്കുമ്പോൾ പ്രവാസത്തിലേക്ക് പോയത് ബാബിലോണിലേക്കാണ് പോയത്. ചില ആളുകൾ ഈജിപ്തിലേക്കും ചില കൊച്ചു കൊച്ചു രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് വെറും ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതിനൊരു ഘട്ടമായിട്ട്, അത് ചെറിയ ഒരു പൂർത്തീകരണമായിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ വചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് പ്രവചിക്കുമ്പോൾ തന്നെ ഇനി ഒരു ചെതറിപ്പോക്കൽ ഇസ്രായേലിൽ ഉണ്ട് എന്നും, അങ്ങനെ ചെതറിപ്പോയപ്പെട്ട ഇസ്രായേലിനെ ദൈവം 4 കോണിൽ നിന്ന് സ്വരൂപിച്ച് കൊണ്ടുവന്നു അവരെ തങ്ങളുടെ പർവ്വതങ്ങളിൽ താമസിപ്പിക്കുമെന്നും ദൈവം അത് പ്രവചനത്തിലൂടെ വളരെ വ്യക്തമായി വാഗ്ദത്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ പഠിക്കുന്ന ഒരു പഠിതാവിനെ സംബന്ധിച്ച്, ഒരു പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം നേരത്തെ കണ്ടു. അത് ഇപ്പം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നാലും ഈ ജനം ഇനി ചിതറപ്പെടും എന്ന് വളരെ വ്യക്തമായി കണ്ടു. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, തലമുറകൾ ഇല്ലാത്ത സമയത്ത് തന്നെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും, നിന്റെ സന്തതി ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണലിനെ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞനുസരിച്ച് മൃഗങ്ങളെ അറുത്തു നേർക്ക് നേർക്ക് വെച്ചപ്പോൾ ദൈവം അവിടേക്ക് ഇറങ്ങി വന്നിട്ട് പ്രവചനം പറഞ്ഞു, 400 വർഷം നിന്റെ ജാതി സ്വന്തമല്ലാത്ത ദേശത്ത് അടിമകളായി പാർക്കും. അതിനുശേഷം അവർ മടങ്ങി വരും. നോക്കണം, ഇത് പ്രവചിക്കുമ്പോൾ മക്കളായിട്ടില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഇസ്രായേലോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്ലാനുകളും ദൈവത്തിൻ്റെ പദ്ധതികളും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും, 70 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നാലും ശരി, ഇവർ വീണ്ടും ചിതറപ്പെട്ടു പോകും എന്ന് വളരെ വ്യക്തമായി പറയാം. അവരെയാണ് ദേശത്തിന് 4 ഭാഗങ്ങളിലും കൂട്ടി സ്വരൂപിച്ച് അവരെ ദേശത്തെ കുന്നുകളിൽ വസിക്കുമാറാക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. യഹൂദ ജനതയെ കൊണ്ടുവരാനുള്ള ഒരു വാഗ്ദത്തമായിരുന്നു. അത് ഇസ്രായേലിനെ കൊണ്ടുവരുമ്പോൾ ഒറ്റ രാഷ്ട്രമായി തീർന്നു. 1948 സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം എസ്രായിയുടെയും സെരുബാബേലിന്റെയും നെഹമ്യാവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. അവർ ആലയം പുനഃസ്ഥാപിച്ചു, രാജ്യത്തിൻ്റെ മതിലുകൾ പണിതു, രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇവിടെ പറയും, ഇനി അവർ 2 രാജ്യമല്ല, ഒരു രാജ്യം, ഒരു രാജാവിൻ്റെ കീഴിൽ അത് ഒന്നായി തീരുമെന്ന് വ്യക്തമായി പറയുന്നു. അപ്പോൾ ഒരു രാഷ്ട്രാവിൻ്റെ കീഴിൽ ഈ രാഷ്ട്രം സ്ഥാപിക്കപ്പെടും എന്ന് പറഞ്ഞത്
അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത് പറയുന്നുണ്ട്, അവർ തങ്ങളുടെ വിഗ്രഹങ്ങളാൽ ഇനി മലിനമാകത്തില്ല. നമുക്കറിയാം, പ്രവാസത്തിൽ പോകുന്നതിന് മുൻപുള്ള ഭാഗം നമ്മൾ പഠിച്ചപ്പോൾ കണ്ടതാണ്. ആലയത്തിൻ്റെ അകത്തുവരെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വിഗ്രഹാരാധനകൾ കൊണ്ടും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നൊക്കെ അത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഇനിയും അവർ വിഗ്രഹങ്ങളാൽ മലിനമാക്കപ്പെടുകയില്ല. ഒരു രാജാവ് ഉണ്ടാകും, അവൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഭരിക്കും. ശ്രദ്ധിച്ചുകൊള്ളുക, ആ രാജാവ് ഇന്നു വരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പ്രവചനം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ 70 വർഷം കഴിഞ്ഞ ശേഷം വന്ന പ്രവാസത്തിൽ വന്നത്, അതിന് പുനഃസ്ഥാപനം, ഒരു ഭാഗികമാകുന്ന പൂർത്തീകരണം. AD 70 ചിതറപ്പെട്ടു പോയിട്ട് 1948 രൂപീകരിക്കപ്പെട്ട ഇസ്രായേൽ രാഷ്ട്രം അത് കുറെ കൂടെ വലിയ ഒരു പൂർത്തീകരണത്തിലേക്ക് നീങ്ങി. എന്നാൽ ഇവിടെ പറയുന്നു, അവർക്കൊരു രാജാവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ രാജ്യം മുഴുവൻ, വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ആ രാജാവിൻ്റെ അധികാരത്തിന് കീഴിലാകുമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ രാജാവ് വന്നിട്ടില്ല. ജനം തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുമെന്ന് പറയുന്നുണ്ട്. അവർ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുകയില്ലെന്ന് പറയുന്നുണ്ട്. അവർ തങ്ങളുടെ ദൈവമാകുന്ന യഹോവയെങ്കിലേക്ക് തിരിയുമെന്ന് പറയുന്നുണ്ട്. അവർ അവൻ്റെ ജനമായിരിക്കും. യഹോവ ദൈവം അവരുടെ രാജാവായിരിക്കും. ഇതെല്ലാം ഒരു പുതിയ ഉടമ്പടിയാണിതെല്ലാം. ആ രാജാവ് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം ഇനിയും ചിതറപ്പെടും. ഇനി മഹാപീഠ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജാതി മുഴുവൻ ചിതറപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. സക്കറിയ പ്രവചനത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. ആ ഭാഗം ഒന്ന് വായിക്കാം. സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സക്കറിയാവ് 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. നോക്കണം, ഇവിടെ പറയുന്നത് അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട്, തങ്ങളെ തന്നെ മലിനമാക്കിക്കൊണ്ടിരുന്ന ദുർമാർഗങ്ങളെയും വിഗ്രഹ ആരാധനകളെ ഒക്കെ വിട്ടിട്ട് അവരുടെ മേൽ ഇവിടെ വായിച്ചില്ല, അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് 36-ാമത്തെ അധ്യായത്തിലും 37-ാമത്തെ അധ്യായത്തിലും നമ്മൾ പഠിച്ചു. ഞാൻ അവരുടെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഇവിടെ പറയുമ്പോൾ ഞാൻ ഏത് തരത്തിൽ ആത്മാവിനെ പകരും? ഞാൻ ഏത് തരത്തിൽ ആത്മാവിനെ പകരുന്നേ? ഒന്ന് വായിച്ചേ. 12:10. സക്കറിയ 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവിടെ വായിക്കുന്ന കൃപകളുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. 37-ാം അധ്യായത്തിൽ ആരംഭത്തിൽ പറയുന്നുണ്ട്. 36-ൽ പറയുന്നുണ്ട്, ഞാൻ മലിനജനത്താൽ എൻ്റെ നിർമ്മല ജലം കൊണ്ട് ശുദ്ധീകരിക്കും. ഞാൻ അവിടെ മേൽ എൻ്റെ ആത്മാവിനെ പകരും.
അങ്ങനെ ഇവിടെ പറയുന്നു, ഞാൻ അവിടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകർന്നിട്ട് അവർ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വന്നിട്ട് അവർ മാനസാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. അന്നവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന് എടുത്തു പറയുന്നു. അന്നാളിൽ അവർ കുത്തിയവെങ്കിലേക്ക് അവർ കുത്തിയിട്ടില്ല. എന്നാൽ അവരുടെ പിതാക്കന്മാർ ഒരിക്കൽ മശികയായിട്ട് ഭൂമിയിൽ വന്ന യേശുവിനെ മനസ്സിലാക്കാതെ അവർ കുത്തിക്കൊന്നു എങ്കിൽ, അവർ തലമുറകൾ പലതും മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ അവർ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വന്ന് മാനസാന്തരപ്പെട്ടിട്ട് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുന്നൊരു ദിവസമുണ്ട്. ആ സമയത്തിനെ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. ഞാൻ ആ ഭാഗങ്ങളൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാപീഡന കാലഘട്ടത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്ക് മഹാപീഡന കാലഘട്ടത്തിൽ ആരംഭത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇസ്രായേൽ ജനത്തിനുണ്ടാകത്തില്ല. അവസാനം പകുതി ഭാഗം കഴിയുമ്പോഴേക്കും അവർക്ക് നിൽക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് മഹാപീഡന കാലത്തിലേക്ക് നീങ്ങുമ്പോൾ ഇസ്രായേൽ എന്നേക്കുമായി പല ഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടു പോകും. അവർ വിളിച്ചു പറയും, കുന്നുകളെ ഞങ്ങളെ മറപ്പീനൊക്കെന്ന് വിളിച്ചു പറയും. അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ മേൽ ദൈവം തൻ്റെ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ അവരുടെ മേൽ പകരുകയും അവർ കുത്തിയിട്ടുള്ള ദൈവത്തിങ്കിലേക്ക്, യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ സാക്ഷാൽ മശികയായവൻ അവരെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വരും എന്നൊരു വാക്തത്വം കിടപ്പുണ്ട്. ഈ പറഞ്ഞ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്ന ആ സമയത്ത് മാത്രമേ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. ഇന്ന് കാണുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം അവർ മറ്റു നില ചിന്തിച്ച് ചെയ്യുമ്പോൾ അവർ ഇനി ചിതറപ്പെടും. എന്നാൽ അവസാനമായി അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പകരുമ്പോൾ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വന്ന് മാനസാന്തരപ്പെട്ട് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവ സഹായത്തിനായി, ഇവിടെ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യേശുവിൻ്റെ ദൈവത്തെ പോൽ മറ്റൊരുത്തരുമില്ല, അവൻ സഹായത്തിനായി മേഘങ്ങളിൽ മഹിമയോടെ മേഘാരൂഢനായി ഇറങ്ങി വരും എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ദൈവം മേഘാരൂഢനായി അവരെ രക്ഷിപ്പാൻ വേണ്ടി ഇറങ്ങി വരും എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ സക്കറിയ അവർ പുസ്തകങ്ങൾ പഠിച്ചപ്പോൾ വ്യക്തമായ ഭാഗം പഠിച്ചതാണ്. അതുകൊണ്ട് എല്ലാ ദേശങ്ങളിലും ചിതറപ്പെട്ടു പോയിരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുക മാത്രമല്ല, ഒരു രാജാവിൻ്റെ അധികാരത്തിന് കീഴിൽ ഈ രാഷ്ട്രമായി തീരും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നമുക്കത് 24 മുതൽ 28 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. യെഹെസ്കേൽ പുസ്തകം 37 അധ്യായത്തിന് 24 മുതൽ 28 വരെ. എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയൻ ഉണ്ടാകും. അവർ എന്റെ വിധികളിൽ നടന്ന് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും. അതവർക്ക് ഒരു ശാശ്വത നിയമമായിരിക്കും.
ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. എന്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എന്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശദീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ആ രാജാവ് ആരാണെന്ന് എടുത്തു പറയുന്നു. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മേൽ രാജാവായിരിക്കും. ഇത് വരാനിരിക്കുന്ന മശിഹയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇവിടെ അവൻ ദാവീദ് എന്ന് വിളിക്കപ്പെടുന്നു. 22-ാം വാക്യത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതും ഏകീകൃതമാകുന്ന ഇസ്രായേലിന് മേലൊരു രാജാവ് ഉണ്ടായിരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ പറയുന്നു ആ ഏക രാജാവ് ദാവീദാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇനി 34-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ 23 മുതൽ 25 വാക്യങ്ങൾ എടുത്തു പറയുന്നു. അവരെ മേയ്ക്കേണ്ടത് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും. എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ അവൻ അവരെ മേയ്ക്കും, അവയ്ക്ക് ഇടയനായിത്തീരും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. 24-ാം വാക്യത്തിൽ പറയുമ്പോൾ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യ പ്രഭുവായിരിക്കും എന്ന് എടുത്തു പറയുന്നു. ആ ഭാഗം തന്നെ ഇവിടെയും ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ദാവീദിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ദാവീദ് അവരുടെ ഇടയിലെ ഒരു പൂർവികനായ രാജാവാണ്. ഇസ്രായേലിലെ 2ാമത്തെ രാജാവാണ്. വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ദാവീദ് വീണ്ടും എൻ്റെ ജനത്തിന് രാജാവായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി 34-ാം അധ്യായത്തിൽ പഠിപ്പിച്ചതാണ്. ദാവീദിന്റെ കുലത്തിൽ പിറന്ന ഒരുവൻ രാജാവായി വാഴും എന്ന് വളരെ ഉറക്കെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, ആരംഭത്തിൽ ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അവൻ നന്നായി ആടുകളെ പരിപാലിച്ചിരുന്നു. ഇസ്രായേൽ രാജാവായപ്പോൾ അവനെ തന്റെ ജനത്തോടെ അതേ മനോഭാവമാണ് ദാവീദ് കാണിച്ചു കൊണ്ടിരുന്നത്. അവൻ അവരെ നന്നായി പരിപാലിച്ചു. ഇവിടെ വിളിച്ചു പറയുന്ന വസ്തുത യേശുക്രിസ്തുവിനെയാണ്, മശിഹയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 10-ാം 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ആ ഭാഗം പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കുലത്തിൽ പിറന്ന യേശു കർത്താവ് വീണ്ടും രാജാവായി വന്നിട്ട് സകലത്തെയും ഒന്നിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഒരു രാജ്യമാക്കി തീർത്ത് അവരെ ഭരിക്കുന്നൊരു കാലഘട്ടം മുൻപിലുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ സമയക്കുള്ളിൽ ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. നാം ഓർത്തിരിക്കേണ്ട വസ്തുത നമ്മുടെ കർത്താവിൻ്റെ മശിഹയുടെ വാഴ്ചയുടെ അഥവാ ഇസ്രായേൽ ഇനിയും വീണ്ടും ചിതറപ്പെട്ടിട്ട് വീണ്ടും അവരെ സ്വരൂപിച്ച് ഒരു രാഷ്ട്രമാക്കി തീർക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ രാത്രി എനിക്ക് ഓർപ്പിച്ചുണർത്താനുള്ള കാര്യം, ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വചനം അത് ഔവണ്ണം തന്നെ നടക്കും. നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാത്തതിൻ്റെ പേരിൽ വചനം തെറ്റാണെന്നോ ദൈവമില്ലെന്നോ ഇതെല്ലാം ഭോഷത്വമാണെന്ന് പറയുന്നെങ്കിൽ നാമാണ് ഭോഷത്വം വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും നിവർത്തിക്കപ്പെടും.
അതുകൊണ്ട് ആ മശിക ഏത് സമയം വരും, ആ മശികയുടെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കി വളരെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അതിനായി ദൈവം നമ്മെ ഏവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.